ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സനിലാണ്. ഇത് ഹുണ്ടായി അവാൻറ്റെ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. അപ്പോൾ ഇത് ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് വന്നായിരുന്നു. അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഫൈനൽ ചെക്കപ്പ്. 1,28,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത്. പുതിയ മോഡൽ വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, കൂളൻറ്റിൻ്റെ കളറൊക്കെ കണ്ടോ? അതുപോലെ പുതിയതുപോലെ തന്നെയാണ്. കാരണം അത് കറക്റ്റ് ടൈമിൽ കൂളൻറ്റ് മാറുന്നു, അതായത് കറക്റ്റ് ടൈമിൽ ഓയിലും ഫിൽറ്ററുകളൊക്കെ മാറുന്നു, എല്ലാം ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. എന്നിട്ടും ഇതിൻ്റെ ഹെഡ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഹെഡ് റിമൂവ് ചെയ്തതെന്ന്. പിസ്റ്റൻ്റെ ടോപ്പിൽ മൊത്തം കണ്ടല്ലോ. ഇത് വാൾവ് സീൽ കംപ്ലൈൻ്റ് ആയിട്ട് വാൾവ് സീലിലൂടെ ഓയിൽ ലീക്കായിട്ട് പിസ്റ്റൻ്റെ ടോപ്പിലേക്ക്, അതായത് കമ്പഷൻ ചേമ്പറിലേക്ക് എത്തി ഓയിൽ കത്തിപ്പോകുന്നതായിരുന്നു കംപ്ലൈൻറ്റ്. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഹെഡ് റിമൂവ് ചെയ്തത്. ഇവിടെ സംഭവിച്ചത് കസ്റ്റമറുടെ ചെറിയൊരു തെറ്റിദ്ധാരണ മൂലം ഫ്ലഷിംഗ് ലിക്വിഡ് ഓരോ സർവീസിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ ഒരു വാൾവ് സീലും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിപ്പോകാനുള്ള മെയിൻ കാരണം. മറ്റൊരു കാര്യം, ഒരു പുതിയ മോഡൽ വണ്ടികളിലൊന്നും തന്നെ ഒരു കമ്പനിയും ഫ്ലഷിംഗ് ലിക്വിഡ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത്ര ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലഷിംഗ് ലിക്വിഡ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹൈ ക്വാളിറ്റി ഓയിൽ ഉപയോഗിച്ച് കറക്റ്റ് ടൈമിൽ അല്ലെങ്കിൽ പ്രോപ്പർ കിലോമീറ്ററിൽ ഓയിൽ സർവീസ് ചെയ്യുന്ന ഒരു വണ്ടിക്കും ഫ്ലഷിംഗ് ലിക്വിഡ് ഉപയോഗിക്കേണ്ട യാതൊരു സിറ്റുവേഷനും ഉണ്ടാവാറില്ല. ഇനി അഥവാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ കണ്ട ഫ്ലഷിംഗ് ലിക്വിഡ് ഒന്നും വാങ്ങി ഒഴിക്കരുത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഒത്തിരി കമ്പനികളുടെ ഫ്ലഷിംഗ് ലിക്വിഡ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് വാങ്ങി ഉപയോഗിക്കുക. അല്ലെങ്കിൽ തന്നെ ഈ ടൈപ്പ് GDI എഞ്ചിനുകൾക്ക് ഓയിൽ കൺസപ്ഷൻ കുറച്ച് കൂടുതലാണ് പൊതുവേ. അതിൻ്റെ പുറമെയാണ് അനാവശ്യമായിട്ടുള്ള ഫ്ലഷിംഗ് ലിക്വിഡിൻ്റെ ഉപയോഗം. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ രീതിയിൽ നമുക്ക് വർക്ക് എടുക്കേണ്ടി വന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി ഏതുമായിക്കോട്ടെ, കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ സർവീസും അതുപോലെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പഴയ മോഡൽ വണ്ടികളുടെ പോലെ അല്ല പുതിയ മോഡൽ വണ്ടികളുടെ ക്വാളിറ്റിയൊക്കെ കുറച്ച് കുറവാണ്. അപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോക്കറ്റിലിരിക്കുന്ന പൈസ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഹെഡ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാണ്ടും നമുക്ക് വാൾവ് സീൽ മാറാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ റിമൂവ് ചെയ്തത് പിസ്റ്റൻ്റെ മുകളിലും അതേപോലെ വാൾവിൻ്റെ ഫേസിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കാർബൺ ഡെപ്പോസിറ്റ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഹെഡ് റിമൂവ് ചെയ്തത്. ഇതിലൊന്ന് ക്ലീൻ ചെയ്തതും ഒന്ന് ക്ലീൻ ചെയ്യാത്തതുമാണ്. വ്യത്യാസം കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. വാൾവ് സീല്, അതേപോലെ ഹെഡ് ഗ്യാസ്കറ്റ്, അതേപോലെ വാൾ കവർ ഗ്യാസ്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു. വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്, റെഡി ആക്കിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി സ്റ്റാർട്ടിംഗ് ആണോ അല്ലയോ എന്ന് പോലും അറിയാത്ത രീതിയിൽ വണ്ടി റെഡി ആക്കിയിട്ടുണ്ട്.